الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ക്ഷണിക്കുക, അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്ന ഏക ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ പരിപാടിയിൽ അള്ളാഹുവുമായി ഒരു മനുഷ്യന് അടുക്കുവാൻ അവസരം നൽകപ്പെട്ട ഏറ്റവും നല്ല മാർഗമായ ദിക്റിനെ സംബന്ധിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചുള്ള സംസാരം നാം കേൾക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നമ്മെ പടച്ചത്, ആരും അതിൽ സംശയിക്കുകയില്ല എന്ന് നാം വിശ്വസിക്കുന്നു. അള്ളാഹുവാണ് എനിക്ക് മുമ്പ് എൻ്റെ മാതാപിതാക്കളെ പടച്ചത്. അതങ്ങനെ മുന്നോട്ട് പോയാൽ ആദിമ മനുഷ്യൻ ആദം അലൈഹിസ്സലാമിനെ പടച്ചത്. അതിൻ്റെ മുന്നോട്ട് പോയാൽ ആ ആദം നബിയുടെ പടക്കലിനെ സംബന്ധിച്ച് അള്ളാഹു സംസാരിച്ച മലക്കുകളെ പടച്ചത്. അതിനു മുന്നോട്ട് പോയാൽ ഈ ലോകത്തുള്ള ഭൂമിയെയും ആകാശത്തെയും പടച്ചത്. അങ്ങനെ മുന്നോട്ട് പോകുന്തോറും ലോകത്തെ ആദ്യത്തെ പടപ്പാരാണോ, ആ പടപ്പ് മുതലുള്ള എല്ലാറ്റിൻ്റെയും രക്ഷിതാവ്, എല്ലാറ്റിനെയും പടച്ചത്, അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ളത്, അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു മാത്രമാകുന്നു. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം, പൂർണ്ണ അധികാരം അള്ളാഹുവിന് മാത്രമാകുന്നു എന്നത് ഓരോ മുസ്ലിമും നിസംശയം അവന് ബുദ്ധിവെക്കുന്ന കാലം മുതൽക്ക് ഉമ്മയുടെ വായിൽ നിന്നും ഉപ്പയുടെ വായിൽ നിന്നും പിന്നീട് മദ്രസയിൽ പോയാൽ ഉസ്താദുമാരുടെ അരികിൽ നിന്നുമെല്ലാം ആകാശങ്ങളെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും പടച്ചത്, അതിനെ ഉടമപ്പെടുത്തിയത്, അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു എന്ന സന്ദേശം പല ശൈലികളിൽ കേൾക്കുന്നവരാണ്. പാട്ടായി കേൾക്കുന്നു, കഥയായി കേൾക്കുന്നു, സംസാരങ്ങളായി കേൾക്കുന്നു. കുറച്ചുകൂടി ബുദ്ധി വെച്ച് വഅലിൻ്റെ സദസ്സുകളിൽ ഇരിക്കുമ്പോഴും ഉസ്താദുമാരുടെ വായിൽ നിന്ന് മുമ്പ് മുതലേ കേൾക്കുന്നത് ഇവിഷയത്തിലൊക്കെ അള്ളാഹു ആകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ഖേദകരമെന്ന് പറയട്ടെ, ലോകത്തെ നിയന്ത്രിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെയുള്ള മറ്റു ചില ആളുകളാണ്, ചില മനുഷ്യന്മാരാണ്, ചില വലിയകളെന്നറിയപ്പെടുന്നവരാണ് എന്ന് പറയുന്നിടത്തേക്ക് ഒരു വിഭാഗം ആളുകൾ അതിനു വേണ്ടി കച്ചകെട്ടിയിറങ്ങി അതാണ് സത്യമെന്ന് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതല്ലാത്തതെല്ലാം വലിയകളെ സ്നേഹിക്കാത്തവന്റെ വാദമാണ് എന്ന് ക്യാമ്പയിൻ സംഘടിപ്പിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്ന് നമ്മൾ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കുക, മനുഷ്യന്മാരുടെ മനസ്സുകളിൽ നിലനിന്നിരുന്ന, മനുഷ്യന്മാരുടെ മനസ്സുകളിൽ സ്ഥാനം പിടിച്ചിരുന്ന, നിസംശയം എല്ലാവരും ഒരുപോലെ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ വരെ അഭിപ്രായ ഭിന്നത കൊണ്ടുവരാൻ ഇന്ന് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ചോദിച്ച ഒരു ചോദ്യം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു,
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമക്ക്, തൻ്റെ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയായവനല്ലേ എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുകയാണ്. തൻ്റെ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയായവനല്ലേ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. ആരാണ് അവിടെ തൻ്റെ അടിമ എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, തൻ്റെ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയായവനല്ലേ? ആ ചോദ്യം അല്ലാഹു ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം ആരംഭിച്ച് 13 കൊല്ലം മക്കയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, സഹായതേട്ടം അല്ലാഹുവിനോട് മാത്രമാക്കണം, രോഗശമനത്തിന് അല്ലാഹുവിനോട് മാത്രമേ അർത്ഥിക്കാൻ പാടുള്ളൂ, സന്താനങ്ങളെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അല്ലാഹുവിനോട് അതിൻ്റെ വിഷയത്തിൽ നിങ്ങൾ പരാതി പറയാവൂ എന്ന് പഠിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 കൊല്ലം പ്രബോധനം ചെയ്ത സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാൻ അവിടെയുള്ള ആളുകൾ ശ്രമിക്കുന്നു. ആ ഉപദ്രവം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഉപദ്രവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല ചെയ്യുന്നിടത്തേക്ക് തീരുമാനങ്ങൾ ഉയരുന്നു. അതിനുവേണ്ടി ആ നേതാക്കന്മാർ ഗൂഢാലോചന നടത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ മീറ്റിങ്ങുകൾ കൂടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നശിപ്പിക്കാൻ മക്കയിലുള്ള മുശ്രിക്കുകൾ പരിശ്രമിച്ചപ്പോ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ആ ആളുകൾ ഏത് നിലക്ക് പരിശ്രമിക്കട്ടെ, ഏതൊരു നിലക്കുള്ള പരിശ്രമങ്ങൾ അവർ സ്വീകരിക്കട്ടെ, ഏത് നിലക്കുള്ള തന്ത്രങ്ങൾ അവർ സ്വീകരിക്കട്ടെ, അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് താങ്കളെ രക്ഷിക്കാൻ, അവരുടേതായ തന്ത്രങ്ങളിൽ നിന്ന് താങ്കൾക്ക് സംരക്ഷണം നൽകാൻ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, തൻ്റെ അടിമക്ക് മക്കാ മുശ്രിക്കിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയായവനല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ചോദിക്കുന്നു. ആ ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം കേട്ടാൽ പോരാ, ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും കേൾക്കേണ്ട ചോദ്യമായതുകൊണ്ട് ആ ചോദ്യം സ്വകാര്യമാക്കാതെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തായി ഉൾപ്പെടുത്തുന്നു. ഖിയാമത്ത് നാൾ വരെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന മുഴുവൻ മനുഷ്യന്മാരും ഈ ചോദ്യം കേൾക്കുന്നു. ഈ ചോദ്യം കേൾക്കുമ്പോൾ നമ്മളെ ഒരു ശത്രുക്കൾ വളഞ്ഞിട്ടുണ്ടാവില്ല, നമ്മളെ കൊല്ലാൻ ശത്രുക്കൾ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ശത്രുക്കളുടെ ഉപദ്രവം ഭയക്കുന്നിടത്ത് മാത്രം പരിമിതപ്പെടുത്താവുന്ന ഒരു ചോദ്യമായിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ബാധകമാക്കാവുന്ന ഒരു ചോദ്യമായിരുന്നുവെങ്കിൽ, അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു ആയത്തായി ഉൾപ്പെടുത്തേണ്ടതില്ലായിരുന്നല്ലോ. മറിച്ച് ഖിയാമത്ത് നാൾ വരെ ഖുർആനിനെ കാണുന്ന, ഖുർആനിന്റെ സന്ദേശങ്ങളെ പഠിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന്മാരുടെ മുമ്പിൽ ഈ ചോദ്യത്തെ അല്ലാഹ് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യമെന്താണ്? അതൊരു ശത്രുവിൻ്റെ വിഷയത്തിലെന്നല്ല, എൻ്റെ ജീവിതത്തിൽ ഏതോ ഒരു വിഷയത്തിൽ ആവശ്യങ്ങൾ വന്നാലും, അതൊരു പ്രയാസം നീങ്ങിക്കിട്ടാനാണെങ്കിലും, ഒരു സന്തോഷം ലഭിക്കാനാണെങ്കിലും, ഒരു ഉപകാരത്തിന് വേണ്ടിയാവട്ടെ, ഉപദ്രവം തടയാനാവട്ടെ, എൻ്റെ ഏതൊരു വിഷയമാവട്ടെ, ചെറിയതാവട്ടെ വലുതാവട്ടെ, നിസാരമാവട്ടെ ഗൗരവപ്പെട്ടതാവട്ടെ, എൻ്റെ ഏത് വിഷയത്തിലും അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ലാഹു പോരെ തൻ്റെ അടിമക്ക് ആ ഏത് വിഷയത്തിലും അല്ലാഹു മതിയായവനല്ലേ? ആ ഒരു ചിന്ത നൽകാൻ, ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ നമുക്കുണ്ട്, വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. ആ ആഗ്രഹങ്ങൾ പലതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ കാര്യങ്ങളുണ്ടതിൽ. നമുക്ക് ലഭിച്ചാൽ തരക്കേടില്ല എന്ന് നമുക്ക് മോഹമുള്ള സംഗതികളുണ്ട്. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്,
പല പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നവയാണ്. ചില പ്രശ്നങ്ങളൊക്കെ എൻ്റെ സൗകര്യമുള്ള ജീവിതത്തിന് തടസ്സമാണ്. അങ്ങനെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന, ചെറുതും വലുതുമായ പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ പരിഹാരം നാം എവിടെയാണ് കാണേണ്ടത്? പരിഹാരം തേടി ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? പരിഹാരത്തിന് വേണ്ടി ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത്? ആരോടാണ് ഞാൻ സഹായം ചോദിക്കേണ്ടത്? ആ സകല കാര്യങ്ങൾക്കുമുള്ള പരിഹാരമാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, തൻ്റെ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയായവനല്ലേ? ഏത് വിഷയത്തിൽ മതിയായവനല്ലേ എന്ന് അല്ലാഹ് പരിമിതപ്പെടുത്തിയിട്ടില്ല. ഏത് വിഷയത്തിലൊക്കെ അല്ലാഹ് മതിയായവനാണ്. ഏതൊക്കെ വിഷയത്തിൽ എനിക്ക് സൃഷ്ടിയെ ആശ്രയിക്കണം, അങ്ങനെ രണ്ടായി അല്ലാഹു ഈ വിഷയത്തെ വേർതിരിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഏതേത് വിഷയങ്ങളുണ്ടോ അവിടെയെല്ലാം എനിക്ക് അല്ലാഹു മതി. അതാണല്ലോ ഒരു മുസ്ലിം പ്രഖ്യാപിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ, അള്ളാഹിനോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഏത് വിഷയത്തിലാണ് റബ്ബിനോട് സഹായം തേടുക? അത് ഏത് വിഷയത്തിലെന്ന് അള്ളാഹ് പരിമിതപ്പെടുത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ വിഷയങ്ങളിലും എൻ്റെ ഭൗതിക വിഷയങ്ങളിലാവട്ടെ, മതത്തിൻ്റെ വിഷയത്തിലാവട്ടെ, പരലോക ജീവിതത്തിൻ്റെ വിജയത്തിന് ആവശ്യമുള്ള കാര്യങ്ങളിലാവട്ടെ, ഏത് വിഷയങ്ങളിലും ഞാൻ സഹായം തേടുന്നത് റബ്ബേ നിന്നോട് മാത്രമാണ്. മനുഷ്യന് കഴിവുള്ള വിഷയങ്ങളാവട്ടെ, മനുഷ്യന് കഴിവില്ലാത്ത റബ്ബേ നിനക്ക് മാത്രം കഴിവുള്ള വിഷയങ്ങളാവട്ടെ, ഏത് വിഷയത്തിലും ഞാൻ സഹായം ചോദിക്കുന്നത് റബ്ബേ നിന്നോട് മാത്രമാണ്. മനുഷ്യന് കഴിവുള്ള വിഷയങ്ങളിൽ പോലും എനിക്ക് സാമ്പത്തികമായ ഒരു സഹായം ആവശ്യമുണ്ട്. ഒരാളോട് കടം ചോദിക്കാൻ എൻ്റെ മനസ്സെന്നോട് പറയുന്നുണ്ട്. പലരും എന്നോട് ഉപദേശിച്ചിട്ടുണ്ട്, ഇന്നയാളോട് നീ കടം ചോദിച്ചോ. അങ്ങനെ അയാൾക്ക് കടം തരാൻ പണം കൈവശമുള്ള ഒരു വ്യക്തിയെ സമീപിക്കുന്നതിന് മുമ്പ് പോലും ആ വിഷയത്തിലും ഞാൻ ആദ്യം കാര്യങ്ങൾ പറയുന്നത് എൻ്റെ റബ്ബിനോടാണ്. ആ വിഷയത്തിലും ഞാൻ സഹായം തേടുന്നത് ഒന്നാമതായി എൻ്റെ റബ്ബിനോടാണ്. ആ റബ്ബിനോട് സഹായം തേടുന്ന പോലെ ആ മനുഷ്യനോട് പോലും ഞാൻ കടം ചോദിക്കുന്നില്ല. എനിക്ക് സാമ്പത്തികമായ പ്രയാസമുള്ളപ്പോ കടം ചോദിക്കാൻ ഞാൻ ഒരു വ്യക്തിയോട് പണം ചോദിക്കുമ്പോ ആ ചോദിക്കുന്ന വ്യക്തിയോട് ഞാൻ ചോദിക്കുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിലല്ലല്ലോ ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കുന്നത്. എൻ്റെ റബ്ബിനോട് സാമ്പത്തികമായ എൻ്റെ പ്രശ്നത്തിൽ ഞാൻ പരിഹാരം പറയുമ്പോ ആ പരിഹാര പറച്ചിലിനൊരു രീതിയുണ്ട്, അതിനൊരു രൂപമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അസുഖം വരുമ്പോ ആ അസുഖം മാറാൻ ഞാൻ റബ്ബിനോട് പറയുന്നുണ്ട്. ആ അസുഖത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ ഡോക്ടറെ സമീപിക്കുന്നുണ്ട്. ആ ഡോക്ടറെ സമീപിക്കുമ്പോൾ ആ ഡോക്ടറോട് പറയുന്ന ശൈലിയിലല്ലല്ലോ ഞാൻ എൻ്റെ റബ്ബിനോട് പറയുന്നത്. ഡോക്ടറെ സമീപിക്കുന്നതിന് മുമ്പും ഞാൻ അള്ളാഹിനോട് പറയുന്നുണ്ട്, അതിന് ശേഷവും ഞാൻ റബ്ബിനോട് പറയുന്നുണ്ട്. മരുന്ന് കഴിക്കുമ്പോൾ ഞാൻ ബിസ്മില്ല പറഞ്ഞു തുടങ്ങുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ മനുഷ്യന്മാരോട് പറയാവുന്ന, അവരുടെ സഹായം സ്വീകരിക്കാവുന്ന കാര്യങ്ങളിൽ പോലും ഞാൻ ആദ്യം പരാതി പറയുന്നത് റബ്ബിനോടാണ്. ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമ്പോൾ ആ സന്തോഷം എൻ്റെ സൃഷ്ടികളായ ആളുകളോട് പങ്കുവെക്കുന്നതിന് മുമ്പും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഞാൻ ആ സന്തോഷം പങ്കുവെക്കുന്നത് എൻ്റെ റബ്ബിനോടാണ്. അങ്ങനെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരോട് ചോദിക്കാവുന്ന കാര്യത്തിലും മനുഷ്യരോട് ചോദിക്കാൻ പാടില്ലാത്ത കാര്യത്തിലുമൊക്കെ റബ്ബിനെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു ചിന്തയില്ലേ? റബ്ബിനോട് നമ്മുടെ മനസ്സിലൊരു സ്ഥാനമില്ലേ? ആ സ്ഥാനത്തിൽ അല്ല പോരേ, ആ ചിന്തയിൽ അല്ല മാത്രം പോരേ. ആ നിലക്ക് നിങ്ങൾക്ക് സങ്കടം പറയാനും സന്തോഷം പങ്കുവെക്കാനും അല്ല മതിയായവനല്ലേ, അല്ല പോരേ എന്നാണ് അല്ല ചോദിക്കുന്നത്. അങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരം. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി.
അവനാണ് തവക്കുൽ ചെയ്യാൻ ഏറ്റവും നല്ലവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു. വിശ്വാസികൾക്ക് ആ പ്രഖ്യാപനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്റായി നിശ്ചയിച്ചിരിക്കുന്നു. അതേ, എൻ്റെ ഏത് വിഷയത്തിലും എനിക്ക് അല്ലാഹു മതി. ഈ പ്രഖ്യാപനത്തിൽ നിന്ന് തെറ്റിക്കാൻ പിശാച് ചികഞ്ഞാലോചിച്ചു, പിശാച് വല്ലാതെ ചിന്തിച്ചു. ആ പ്രഖ്യാപനത്തിൽ നിന്ന് മനുഷ്യന്മാരെ തെറ്റിക്കാൻ അവരുടെ മുമ്പിൽ വലിയനോടുള്ള സ്നേഹത്തിൽ പിശാച് ചില കുതന്ത്രങ്ങൾ സ്ഥാപിച്ചു. അതിനെ സംബന്ധിച്ച് ചില കുതന്ത്രങ്ങൾ പിശാച് മെനഞ്ഞു. ആ കുതന്ത്രങ്ങളിലേക്ക് ക്ഷണിക്കാൻ പിശാചിന്റെ ദൂതന്മാര് കടന്നു വന്നു. അവരതാ സംസാരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ദീനിലേക്ക് പഠിപ്പിച്ചു തന്ന റസൂലിനോട് നമുക്ക് സ്നേഹം വേണ്ടേ? ദീനിലേക്ക് നമ്മളെ അടുപ്പിച്ചു തന്നിട്ടുള്ള ഔലിയായിനോട് നമുക്ക് സ്നേഹം വേണ്ടേ? അള്ളാഹുവിന്റെ വിഷയത്തിൽ ഏറെ അടുത്തിട്ടുള്ള വലിയുകൾക്ക് നിങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ലേ? എങ്കിലേ ആ വലിയനെ നിങ്ങൾ ഓർക്കണ്ടേ, ആ നബിയെ നിങ്ങൾ ഓർക്കണ്ടേ. ആ നബിയുടെ വിഷയത്തിൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് സ്ഥാനമാണുള്ളത്? അതേ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്ഥാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഒരു മുസ്ലിമിന് സംസാരിക്കാനുണ്ട്. ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടതിന്റെ വിഷയം, ആ റസൂലുള്ളാഹിനെ ആദരിക്കേണ്ടതിന്റെ വിഷയം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കേണ്ടതിന്റെ വിഷയം. അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചൊരു പുത്തൻ വാദമല്ലല്ലോ. മുസ്ലിമായ മനുഷ്യൻ റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹിനെ ഓർക്കലാണ്. പക്ഷേ ആ സ്വലാത്തിലൊന്നും റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കലില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കലല്ലേ? എന്നാൽ രോഗം വരുമ്പോൾ റസൂലുള്ളാഹിനെ ഓർക്കണമെന്ന് പറഞ്ഞാൽ അതെന്താണ് അർത്ഥം? പ്രയാസങ്ങൾ വരുമ്പോൾ റസൂലുള്ളാഹിനെ ഓർക്കണം. ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ CM-നെ ഓർക്കണം. ജീവിതത്തിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ വരുമ്പോ ഈ തരത്തിലുള്ള ഔലിയായിനെ ഓർക്കണം. അവരോട് സങ്കടം പറയണം. അവരുടെ ജാറത്തിന്റെ പേരിലുള്ള നേർച്ചകളെ ഓർക്കണം. ആ നേർച്ചകളിലേക്ക് നേർച്ച നേരണം. എൻ്റെ അസുഖം മാറിയാൽ മമ്പുറത്തേക്ക് ഞാൻ 60 യാസീൻ നേർച്ച നേർന്നിരിക്കുന്നു. എൻ്റെ അസുഖം മാറിയാൽ അതേ ഞാൻ CM-ന്റെ ജാറത്തിലേക്ക് ഇന്നാലിന്ന കാര്യം നേർച്ച നേർന്നിരിക്കുന്നു എന്ന് പറയുന്നിടത്തേക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അല്ലാഹു പോരെ എന്ന ചോദ്യത്തെ മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള നേതാക്കന്മാരിലേക്ക്, നബിമാരിലേക്ക്, ഔലിയായിലേക്ക് മനസ്സിനെ ആര് കൊണ്ടു ചെന്നെത്തിച്ചു? അത് പിശാചിന്റെ കുതന്ത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും നമ്മെ ക്ഷണിച്ചത് നിങ്ങൾ അല്ലാഹുവിനോട് പറയണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ ക്ഷണിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കണമെന്നാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചല്ലോ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നംലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർച്ചയായ ചില ആയത്തുകളിലൂടെ മുഅ്മിനുകളോട്, മക്കയിലുള്ള മുശ്രിക്കുകളോട്, അതുപോലെ മുസ്ലിമുകളായ സഹാബത്തിനോട്, എല്ലാവരോടും എന്ന പോലെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളെ പടച്ചതാരാണ്? ഭൂമിയെ സൃഷ്ടിച്ചതാരാണ്? വഅൻസല ലക്കും മിനസ് സമാഇ മാഅ, മഴ വർഷിപ്പിച്ചു തന്നതാരാണ്? ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത ബഹ്ജത്തിൻ, സൗന്ദര്യമുള്ള തോട്ടങ്ങൾ ആ മഴ മുഖേന മുളപ്പിച്ചതാരാണ്? മാ കാന ലക്കും അൻ തുംബിതു ശജറഹാ, ആ സസ്യലതാദികളെ മുളപ്പിക്കാൻ നിങ്ങൾ ഒരാൾക്കും സാധ്യമല്ലല്ലോ. ആരായി നിങ്ങളെന്ന് പറഞ്ഞാൽ ആ നിങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടും, അബൂബക്കർ സിദ്ദീഖ് എന്ന വലി ഉൾപ്പെടും, ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന വലി ഉൾപ്പെടും. അങ്ങനെയുള്ള സാധാരണക്കാരനാവട്ടെ, വലിയാവട്ടെ, നബിയാവട്ടെ, അവരെല്ലാം മഖ്ലൂക്കാണല്ലോ. അവർക്കാർക്കും സാധ്യമല്ലാത്ത, അല്ലാഹുവിന് മാത്രം സാധിക്കുന്ന ഇലാഹും അല്ലാഹ്, ഇതെല്ലാം സാധിക്കുന്ന, ഇതിനെല്ലാം സാധിക്കുന്ന കഴിവുള്ള അല്ലാഹയല്ലാത്ത
മറ്റാരെങ്കിലും ഇലാഹായിട്ടുണ്ടോ? ബൽഹും ഖൗമുൻ യഅദിലൂൻ, പക്ഷെ അവർ തെറ്റിപ്പോയ സമുദായമാണ്. അമ്മൻ ജഅലൽ അർള ഖറാറ, ആരാണ് ഭൂമിയെ നിങ്ങൾക്ക് നിശ്ചലാവസ്ഥയിൽ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്? വജഅല ഖിലാലഹാ അൻഹാറാ, ആ ഭൂമി ലോകത്ത് അരുവികളെ ഒഴുക്കി തന്നിട്ടുള്ളത്. വജഅല ലഹാ റവാസിയ, ഭൂമി ലോകത്ത് പർവ്വതങ്ങളെ സ്ഥാപിച്ചിട്ടുള്ളത്. വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസ, രണ്ട് സമുദ്രങ്ങൾക്കിടയിൽ മറ നിശ്ചയിച്ചിട്ടുള്ളത് ആരാണ്? അതുപോലെ അഇലാഹും അല്ലാഹ്, അത് അല്ലാഹുവിന് പുറമെ മറ്റൊരു ഇലാഹുണ്ടോ ഈ വിഷയത്തിലെല്ലാം അധികാരം പറയാൻ? അള്ളാന്റെ ചോദ്യമാണ്. ബൽ അക്തറുഹും ലാ യഅലമൂന, പക്ഷെ അവരാരും അധികം ആളുകളും അതിനെക്കുറിച്ച് അറിയുന്നില്ല. അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആഹു, പ്രാർത്ഥിക്കുന്ന പ്രയാസമനുഭവിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാരാണ്? വയക്ഷിഫുസ്സൂഅ, അവന്റെ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കുന്നവനാരാണ്? വയജഅലുകും ഖുലഫാഅൽ അർളി, ഭൂമിയിൽ നിങ്ങളെ ഖലീഫമാരായി നിശ്ചയിച്ചതാരാണ്? അഇലാഹും അല്ലാഹ്, അല്ലാഹുവിന് പുറമെ മറ്റ് ഇലാഹുകളുണ്ടോ? ഖലീലം മാ തദക്കറൂൻ, പക്ഷെ നിങ്ങൾ അല്പം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അമ്മൻ യഹ്ദീകും ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹരി, കരയിലെയും കടലിലെയും ഇരുട്ടുകളിൽ നിങ്ങൾക്ക് വഴി കാണിക്കുന്നവനാരാണ്? വമൻ യുർസിലുർ റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി, മഴയ്ക്ക് മുമ്പ് അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മഴകൾക്ക് മുമ്പ് ആ കാറ്റിനെ അയച്ച് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവനാരാണ്? അഇലാഹും അല്ലാഹ്, അല്ലാഹുവിന് പുറമെ മറ്റു ഇലാഹുകളുണ്ടോ? തആലല്ലാഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അല്ലാഹു ഉത്തമനാണ്, ഉന്നതനാണ്. അമ്മൻ യബ്ദഉൽ ഖൽഖ, സൃഷ്ടികളെ സൃഷ്ടിപ്പാരംഭിച്ചത് ആരാണ്? തുമ്മ യുഈദുഹു, പിന്നെ അതിനെ വീണ്ടും ആവർത്തിക്കുന്നതാരാണ്? വമൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും വായുവായ അതുപോലെ ഭക്ഷണമായ പാനീയങ്ങളായ ജീവിത സൗകര്യങ്ങളായ റിസ്ഖ് നിങ്ങൾക്ക് നൽകുന്നതാരാണ്? അഇലാഹും അല്ലാഹ്, അല്ലാഹുവിന് പുറമെ മറ്റ് ആരെങ്കിലും ഇലാഹായിട്ടുണ്ടോ? ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ ഇതിന് നിങ്ങൾ തെളിവ് ഹാജരാക്കൂ. അള്ളാന്റെ ചോദ്യമാണ്. കണ്ടോ, ഇത്തരത്തിലുള്ള സകല വിഷയങ്ങളിലും അല്ലാഹ് ക്ഷണിച്ചത് അല്ലാഹുവിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചത് അല്ലാഹുവിലേക്ക്. ഇതിനെല്ലാം വിഘാതമായിക്കൊണ്ട് ഈ ആയത്തുകളുടെ ആശയത്തെ തകിടം മറിച്ചുകൊണ്ടാണ് ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂറാണ്. ലോകത്തെന്ത് നടക്കുന്നുണ്ടെങ്കിലും CM അറിഞ്ഞിരിക്കും. CM അറിയാതെ അല്ലാഹ് ഒരു കാര്യം തീരുമാനിക്കൂല. ഔലിയ അറിയാതെ അല്ലാഹ് ഒരു കാര്യം തീരുമാനിക്കൂല. ഒരു വേള അല്ലാഹുവിന് ഔലിയാക്കന്മാരെ ഭയമാകുന്നു. ഇത്തരത്തിലുള്ള ആശയങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്ഥാനത്തിൽ നിന്ന്, അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് ഔലിയാക്കന്മാരിലേക്ക് മനസ്സിനെ തെറ്റിച്ച പൈശാചിക തന്ത്രത്തിന് നേതൃത്വം കൊടുത്തതാരാണ്? മാന്യ സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നതിലൂടെ മുജാഹിദ് പ്രസ്ഥാനം ഈ ആയത്തുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിലേക്ക് ക്ഷണിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ എന്ന ആ ചെറിയ കുട്ടിക്ക് നൽകുന്ന ഉപദേശം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഇബ്നു അബ്ബാസിനെ കൂടെ യാത്ര ചെയ്യുകയാണ്. ഇബ്നു അബ്ബാസിനെ തൻ്റെ കൂടെ കൊണ്ടുപോകുകയാണ് ഒരു യാത്രയിൽ. ആ യാത്രയിൽ യാ ഗുലാം, ഓ മകനേ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില ഉപദേശങ്ങൾ നൽകാം. യഹ്ഫളില്ലാഹ്, നീ അല്ലാഹനെ സൂക്ഷിക്കണം. യഹ്ഫളുക, അല്ലാഹ് നിന്നെയും സൂക്ഷിക്കും. അല്ലാഹനെ നീ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹന്റെ കൽപ്പനകളെ നീ പാലിക്കണം. അല്ലാഹുവിന്റെ വിലക്കുകളെ നീ സൂക്ഷിക്കണം. അല്ലാഹുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ നീ ശരിപ്പെടുത്തണം. ഒരു ചെറിയ കുട്ടിക്ക് പോലും റസൂലുള്ളാഹിന്റെ ഉപദേശം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമ ആ കുട്ടിയുടെ മനസ്സിൽ പോലും ഇട്ടു നൽകുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. അവിടെ ബദരീങ്ങൾക്ക് സ്ഥാനമില്ല, ഔലിയാഇന് സ്ഥാനമില്ല, നബിമാർക്ക് സ്ഥാനമില്ല. ആ സ്ഥാനം അള്ളാഹുവിന് മാത്രമാണ്. അങ്ങനെ നീ അള്ളാഹനെ സൂക്ഷിച്ചു നടന്നാൽ അല്ല നിന്നെയും സൂക്ഷിക്കും. അല്ല സൂക്ഷിക്കുമെന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളിൽ നിനക്ക് സംരക്ഷണം നൽകും, സങ്കടങ്ങളിൽ നിനക്ക് അല്ലാഹു കൂട്ടുണ്ടാവും. നിന്റെ ജീവിതത്തിൽ സന്തോഷത്തിലും സന്താപത്തിലും അല്ലാഹു നിന്നെയും ശ്രദ്ധിക്കുന്നതാണ്, നിന്നെ സംരക്ഷിക്കുന്നതാണ്. അല്ലാഹനെ സൂക്ഷിച്ച് നീ ജീവിക്കണം. തജിദുഹു തുജാഹക, എങ്കിൽ ആവശ്യം വരുന്ന സന്ദർഭത്തിലൊക്കെ റബ്ബിനെ നിന്റെ മുമ്പിൽ നിനക്ക് കണ്ടെത്താം. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് നീ ചോദിക്കണം. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം സഹായം തേടണം. വഅലം, നീ അറിയണം മകനെ, അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ, ഒരു സമുദായം ഒന്നടങ്കം നിനക്ക് വല്ല ഉപകാരം ചെയ്യാൻ വേണ്ടി ഒന്നിച്ചു ചേർന്നാലും ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക, അല്ലാഹു നിനക്ക് വിധിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തിലും അവർക്ക് നിനക്ക് വേണ്ടി ഉപകാരം ചെയ്യാൻ സാധ്യമല്ല. വലവിജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ, നിന്നെ ഉപദ്രവിക്കാൻ ഒരു സമുദായം ഒന്നടങ്കം കച്ചകെട്ടി വന്നാൽ പോലും ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, അല്ലാഹു നിനക്ക് വിധിച്ചിട്ടില്ലാത്ത ഒരു പ്രയാസവും നിനക്ക് ബാധിപ്പിക്കാൻ അവർക്ക് സാധ്യമല്ല. അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്, അള്ളാഹുവിൻ്റെ വിഷയത്തിലാണ് മനസ്സിൽ അള്ളാഹുവിൻ്റെ റസൂല് ഉപദേശമിട്ട് നൽകുന്നത്. സഹോദരന്മാരെ, ഈ പച്ചയായ തൗഹീദിലേക്ക് അള്ളാഹുവിനോട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞോ, ആ സന്ദർഭത്തിൽ നിങ്ങൾ ഒരു ജാറത്തെയും ഓർക്കരുത്, ആ ജാറത്തിലേക്കുള്ള നേർച്ചയെക്കുറിച്ച് ഓർക്കരുത്. ഇന്ന് ഉമ്മത്തിൻ്റെ അവസ്ഥ ആ നിലക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ, തൻ്റെ ജീവിതത്തിൽ വല്ല രോഗവും വന്നാൽ, തൻ്റെ കുടുംബത്തിൽ വല്ല പ്രയാസവും വന്നാൽ, തൻ്റെ മകൻ ഏതേത് കച്ചവടം തുടങ്ങിയിട്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കുടുംബത്തിൽ കുടുംബ പ്രശ്നമാണ്, അല്ലെങ്കിൽ രോഗമാണ്, അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അവയാളുടെ മനസ്സിൽ ചിന്തകൾ വരുന്നത് റബ്ബിനെ കുറിച്ചല്ല, നാട്ടിലുള്ള ജാറങ്ങളെ കുറിച്ചാണ്. നേർച്ച നേർന്നാൽ കൂടുതൽ ഫലം ലഭിക്കാൻ സാധ്യതയുള്ള ജാറങ്ങളുടെ ലിസ്റ്റാണ് അയാൾ അന്വേഷിക്കുന്നത്. ഉസ്താദിനോട് അന്വേഷിക്കുന്നു. ഉസ്താദ് പറയുന്നു, നീ മമ്പറത്തേക്ക് ഒരു ജാറം മൂടാൻ നേർച്ചയാക്കിക്കോ, എൻ്റെ രോഗം മാറിയാൽ, എൻ്റെ പ്രയാസം മാറിയാൽ ഞാനിതാ ഇന്ന സ്ഥലത്തേക്ക്, ഇന്ന ജാറത്തിലെ ആണ്ട് നേർച്ചയിലേക്ക് ഞാൻ അന്നദാനത്തിന് ഇത്ര പണം സ്പോൺസർ ചെയ്യുന്നു, നേർച്ച നേരുന്നു. എൻ്റെ ആഗ്രഹം സഫലീകരിക്കപ്പെട്ടാൽ ഇന്ന ജാറം പോയി മൂടാമെന്ന് ഞാൻ നേർച്ച നേരുന്നു. അങ്ങനെ ഈ നിലക്ക് ബദരീങ്ങളുടെ ആണ്ടിന് ഞാനൊരു പോത്തിനെ അറുക്കാമെന്ന് നേർച്ച നേരുന്നു. അങ്ങനെ അസുഖം മാറി കിട്ടിയാൽ ബദരീങ്ങളുടെ ബറക്കത്തിനെ കൊണ്ട് മാറി എന്ന് അയാൾ വിശ്വസിക്കുന്നു. നേർച്ച നേർന്നത് കൊണ്ട് എൻ്റെ രോഗം മാറി എന്ന് അയാൾ വിശ്വസിക്കുന്നു. അങ്ങനെ അടുത്ത വർഷത്തിൽ ആ ആണ്ട് നേർച്ച കമ്മിറ്റി ആണ്ട് നേർച്ചയുടെ ദിവസം പ്രഖ്യാപിക്കുമ്പോൾ ആളുകളതാ തൻ്റെ നേർച്ചയെക്കുറിച്ച് ആലോചിക്കുന്നു. ഒരു കൊല്ലത്തോളം അയാളുടെ മനസ്സിൽ കൊണ്ട് നടന്നത് ഈ നേർച്ചയാണ്, ഈ ജാറത്തെ കുറിച്ചാണ്, ജാറത്തിലുള്ള വലിയനെ കുറിച്ചാണ്. എവിടെ പോയി? അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിലില്ലാതെ പോയല്ലോ. അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ഇസ്ലാമിനെ കുറിച്ച് മനസ്സിൽ ചിന്തിക്കാൻ പോലും ഉസ്താദുമാര് അനുവദിക്കാത്ത രൂപത്തിലേക്ക് ഈ നിലക്ക് മനുഷ്യന്മാരെ തെറ്റിക്കുമ്പോ, എൻ്റെ മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ വീട്ടിലുള്ളതല്ലേ ഇവിടെ ഓതി വെച്ച ആയത്തുൽ കൊള്ളുന്ന വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലൂടെ റബ്ബ് നമ്മോടല്ലേ സംസാരിക്കുന്നത്, ആ റബ്ബ് നമ്മോടല്ലേ ചോദിച്ചത്, ഞാൻ പോരെ നിങ്ങൾക്ക്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, തൻ്റെ അടിമക്ക് അല്ല പോരെ, തൻ്റെ അടിമക്ക് അല്ല പോരെ എന്ന് ആ റബ്ബല്ലേ നമ്മോട് ചോദിക്കുന്നത്. ആ റബ്ബിനുള്ള ഉത്തരം നമ്മൾ കൊടുത്തോ? അള്ളാഹു ചോദിച്ചതിനുള്ള മറുപടി നമുക്ക് എന്താണുള്ളത്? ഒരു കൊല്ലത്തോളം 2 കൊല്ലത്തോളം
ജാറങ്ങളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്, വലിയകളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആണ്ട് നേർച്ചകൾ സമുദായത്തിൽ വ്യാപകമായത് തന്നെ ആളുകളുടെ ആശകളെ ചൂഷണം ചെയ്തുകൊണ്ടല്ലേ, ആളുകളുടെ പ്രയാസങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടല്ലേ. നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ ഇന്ന ഇന്ന ആണ്ട് നേർച്ചയ്ക്ക് വേണ്ടി നേർച്ച ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ഇത്തരത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ പഠിപ്പിക്കുന്ന, യഥാർത്ഥ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന കൂട്ടായ്മകളും പണ്ഡിതന്മാരും പരിശ്രമങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിലുണ്ടായിട്ട്, ഒരു വേള നമ്മുടെ അയൽപക്കത്തുണ്ടായിട്ട്, നമ്മുടെ കുടുംബത്തിലുണ്ടായിട്ട് അവരെ വേറെ കണ്ണുകൊണ്ട് കണ്ട് ദിക്റില്ലാത്തവരാണെന്ന് തെറ്റിദ്ധരിച്ച്, നബിമാരെ സ്നേഹിക്കാത്തവരാണെന്ന് തെറ്റിദ്ധരിച്ച് അവർക്ക് വേണ്ടി അവരുടെ സംസാരങ്ങളെ പോലും മുടക്കാവുന്ന പരിശ്രമങ്ങൾ എടുക്കുന്നതിന് പകരം ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകൂ. പ്രയാസങ്ങൾ വരുമ്പോ അല്ലാഹുവിനോട് പറയൂ. സന്തോഷം വരുമ്പോഴും ആദ്യം റബ്ബിനോട് പറയൂ. ഒരു സന്തോഷം കിട്ടിയാ നീ ഉള്ളത് കൊണ്ട് നല്ല ആദ്യം പറയേണ്ടത്, നീ വന്നതുകൊണ്ടായി ഞാൻ രക്ഷപ്പെട്ടത്, നീ അന്ന് പൈസ തന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, നിങ്ങൾ എന്റെ വിഷയം അവിടെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന വാക്ക് പോലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അൽഹംദുലില്ലക്ക് ശേഷമല്ലാതെ അവന്റെ വായിൽ നിന്ന് പുറത്തു വരരുത്. അതേ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട്, അള്ളാഹു തൗഫീഖ് ചെയ്തതുകൊണ്ട്, അള്ളാഹു ആയിട്ട് നിങ്ങൾ അവിടെ എത്തിച്ചതാണ് അൽഹംദുലില്ലാ എന്നല്ലാത്ത, അള്ളാനെ മറന്നുകൊണ്ട് വാക്കിൽ പോലും അള്ളാഹുവിന് സ്ഥാനം കൊടുക്കാത്ത സംസാരങ്ങൾ പോലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് പാടുള്ളതല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകണം. അള്ളാഹുവിന്റെ ചോദ്യത്തിൽ ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന് പറയാൻ നമുക്കാവണം. ആ പറച്ചിലിൽ ഒരാളും ചോദിക്കരുത്, നമ്മൾ മക്കളോട് സഹായം തേടലില്ലേ, മാതാപിതാക്കളോട് സഹായം തേടലില്ലേ, ഡോക്ടറോട് സഹായം തേടലില്ലേ എന്ന ദുർന്യായങ്ങൾ അവിടെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരരുത്. ആ നിലക്കുള്ള ന്യായങ്ങൾ ഒരിക്കലും മക്കയിലുള്ള മുശ്രിക്ക് പോലും ചോദിച്ചിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. ആ മക്കയിലുള്ള മുശ്രിക്കുകളോട് പറഞ്ഞല്ലോ, നിങ്ങൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം, നിങ്ങൾ അള്ളാഹിനോട് മാത്രം സഹായം തേടണം. ഒരു മക്കയിലുള്ള മുശ്രിക്കും ചോദിച്ചിട്ടുള്ള മുഹമ്മദേ, നീ ഞങ്ങളോടും സഹായം ചോദിച്ചിരുന്നില്ലേ, നീ ഇപ്പോഴും പലരോടും സഹായം ചോദിക്കുന്നില്ലേ? ആ മുശ്രിക്കിന് മനസ്സിലായിട്ടുണ്ട് ഈ ചോദ്യത്തെ കുറിച്ചല്ല അള്ളാഹിന്റെ റസൂല് പറഞ്ഞത്. ഈ മനുഷ്യന്മാരോട് ചോദിക്കുന്ന ഭൗതികാവശ്യങ്ങളെ കുറിച്ചല്ല അള്ളാഹിന്റെ റസൂൽ ഈ ഞങ്ങളോട് ഉപദേശിക്കുന്നത് എന്ന് മക്കത്തെ മുശ്രിക്കിന് പോലും ബോധ്യമുണ്ടായിരുന്നു. എന്താണ് അള്ളാഹിനോട് മാത്രം പറയണ്ട, അള്ളാഹിനോട് മാത്രം പറയേണ്ട ശൈലി, അത് അള്ളാഹിനോട് മാത്രമേ ആ ശൈലി സ്വീകരിക്കാവൂ. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അള്ളാഹിനോട് മാത്രമേ ചോദിക്കാനും പാടുള്ളൂ. അത് കേട്ട മുശ്രിക്കിന് മനസ്സിലായത് കൊണ്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുകയോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ സഹാബിയായി ഷഹാദത്ത് പ്രഖ്യാപിച്ച് കൂടെ കൂടുകയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അറിയാവുന്ന വിഷയങ്ങളിൽ അജ്ഞത നടിക്കരുത്. അറിയാവുന്ന വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഉപദേശങ്ങളും കൊണ്ട് പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ അത്തരത്തിലുള്ള ദുർന്യായങ്ങൾ ആ ജനങ്ങളുടെ ഈമാനിനെ തെറ്റിക്കാൻ നിങ്ങൾ പറഞ്ഞു നടക്കരുത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കേണ്ടിടത്ത് അള്ളാഹിലേക്ക് ക്ഷണിക്കണം. റസൂലിനെ കുറിച്ച് പറയേണ്ടടുത്ത് റസൂലിനെ കുറിച്ച് പറയണം. അള്ളാഹിനെ കുറിച്ച് പറയേണ്ടടുത്ത് റസൂലിനെ കുറിച്ച് പറയരുത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കേണ്ടടുത്ത് വലിയനെ കൊണ്ടുപോയി വെക്കരുത്. അത് ഇസ്ലാമിന് വിരുദ്ധമാണ്, അത് ശിർക്കാണ്. ആ ശിർക്ക് ജീവിതത്തിൽ വരികയും തൗബയില്ലാതെ മരിക്കുകയും ചെയ്താൽ അള്ളാഹ് പൊറുത്തു തരാത്ത, നരകത്തെ അള്ളാഹു ശാശ്വതമാക്കുന്ന, സ്വർഗത്തെ നിഷിദ്ധമാക്കുന്ന, ശഫാഅത്തിനെ തൊട്ട് തടയപ്പെടുന്ന മഹാപാപമാണ് ആ ശിർക്ക്. അള്ളാഹുവല്ലാത്തവനോട്, റസൂലിനോട്, നബിമാരോട്, വലിയകളോട്, സിഎമ്മിനോട്, മമ്പറത്തെ തങ്ങളോട് പ്രാർത്ഥിക്കുക, സഹായം തേടുക, അവർക്ക് വേണ്ടി നേർച്ച ചെയ്യുക എന്ന കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ശിർക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് നമ്മൾ ഓർക്കുക. ഇതിനും വലിയ നേതാക്കന്മാരോട് വിളിച്ച് പ്രാർത്ഥിച്ച മുശ്രിക്കിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാടില്ല എന്ന് പറഞ്ഞതെങ്കിൽ ഇനി വരാനുള്ള നേതാക്കന്മാരൊക്കെ അവരുടെ താഴെയല്ലേ ഉള്ളൂ. ഇബ്രാഹിം നബിയുടെ മേലെ ഉയരുന്ന ഒരു വലിയുമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ ഉയരാൻ ഒരു വലിയനെ കൊണ്ടും സ്ഥാനം അള്ളാഹു നൽകുകയില്ലല്ലോ. എങ്കിൽ ആ മഹാന്മാരുടെ വിഷയത്തിൽ പോലും അവരോട് പ്രാർത്ഥിക്കരുതെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അതിന് താഴെ കണ്ട് സ്ഥാനമുള്ള ഈ വലിയുകൾ എങ്ങനെ പ്രാർത്ഥിക്കപ്പെടാൻ അർഹരാവും, സഹായം തേടപ്പെടാൻ
അർഹരാവും. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അതിൽ നമ്മൾ തീരുമാനമെടുക്കണം. എൻ്റെ പ്രാർത്ഥനകൾ അഖിലവും റബ്ബിനോട്, സഹായത്തേട്ടം അഖിലവും റബ്ബിനോട്, എൻ്റെ നിസ്കാരവും നോമ്പും നേർച്ചകളും ഇബാദത്തുകൾ അഖിലവും അള്ളാഹുവിനോട് മാത്രം. അത്തരം മുഅ്മിനുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കാനും അത് സ്വീകരിക്കാനും ആർജവത്തോടെ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുമുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.